ശ്വേതാമേനോനെതിരായ കേസ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരികയാണ്. പോലീസിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാതെ CJM തിടുക്കത്തിൽ തീരുമാനം എടുത്തെന്ന് വിമർശനം വരികയാണ്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. നേരത്തെ തന്നെ ഈ കേസ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ എറണാകുളം CJM കോടതിയുടെ നടപടി, കേസെടുക്കാനുള്ള നിർദ്ദേശം, പോലീസിന് നൽകിയ നിർദ്ദേശം, അതിലെ നടപടിക്രമങ്ങളിലെ വീഴ്ചയൊക്കെ തന്നെ പിടിവള്ളിയാകാൻ കഴിയും. അങ്ങനെ കേസ് ദുർബലപ്പെടുമെന്ന പ്രതീക്ഷയായിരുന്നു നേരത്തെ ശ്വേതാമേനോന്റെ അഭിഭാഷകർക്ക് ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അങ്ങനെ വിചിത്രമായിട്ടുള്ള ഒരു നടപടിക്ക് നൽകിയ ആ ഉത്തരവാണിപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ശ്വേതാമേനോന് ആശ്വാസകരമായ നടപടി വന്നിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ ചുമത്തിയെടുത്ത ആ കേസാണിപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഇനി തുടർ നടപടികൾ ഉണ്ടാകും. വിശദമായ രീതിയിൽ വാദം കേൾക്കാനും പോവുകയാണ്. ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, ആ നടപടിക്രമങ്ങളിലെ വീഴ്ച ചൂണ്ടിക്കാട്ടിയാണോ ഇപ്പോൾ CJM കോടതിയുടെ നടപടി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ? പ്രതീക്ഷയെ ശ്വേതാമേനോനെതിരായ കേസ് അതൊരു വിചിത്രമായ കേസ്. എങ്ങനെ ഈ കേസ് വന്നു എന്നത് പൊതുസമൂഹം ആവർത്തിച്ച് ചോദിച്ചൊരു ചോദ്യമാണ്. എന്തായാലും ഹൈക്കോടതി വേഗത്തിൽ തന്നെ അതിൽ ഇടപെട്ടിരിക്കുന്നു. എങ്ങനെയാണോ FIR തിടുക്കപ്പെട്ടു വന്നത് അതുപോലെ തന്നെ അതിന് തിരിച്ചടിയും ഉണ്ടായിരിക്കുന്നു. ഹൈക്കോടതി ഇപ്പോൾ ആ FIR സ്റ്റേ ചെയ്തിരിക്കുന്നു. അതിലെ തുടർ നടപടികൾ പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള ഇടക്കാല ഉത്തരവാണ് ജസ്റ്റിസ് VG അരുൺ അല്പം മുമ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ നടത്തുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം കോടതിക്ക് മുമ്പാകെ പരാതിക്കാരൻ എങ്ങനെയാണ് ഈ FIR വന്നത്, അതിൽ എന്തൊക്കെ വീഴ്ചയാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചിരുന്നു. ഇതിൽ CJM കോടതിയുടെ നടപടികളെ ഹൈക്കോടതി വിമർശിക്കുകയാണ്. അതായത് പോലീസിൽ നിന്ന് കൃത്യമായും ഒരു BNS പ്രകാരം ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ ഒരു നിർദ്ദേശം നൽകുന്നതിന് മുൻപ് എടുക്കേണ്ട ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നതാണ് ഹൈക്കോടതി ആ ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. അതായത് നടപടിക്രമങ്ങളിൽ CJM കോടതിക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ FIR-ൽ ഇപ്പോൾ അടിയന്തരമായൊരു ഇടപെടലിലേക്ക് ഹൈക്കോടതി പോയിരിക്കുന്നത്. ഈ FIR സ്റ്റേ ചെയ്തിരിക്കുന്നു. ഇനി ഈ FIR മേൽ വിശദമായ വാദത്തിലേക്ക് കോടതി പോവുകയാണ്. അതോടൊപ്പം തന്നെ പരാതിക്കാരനായ മാർട്ടിൻ മേനാച്ചേരിക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ നോട്ടീസ് മേനാച്ചേരിക്ക് സ്പീഡ് പോസ്റ്റ് വഴി കൈമാറാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. തുടർന്ന് ഈ കേസിൽ വിശദമായ വാദമുണ്ടാകും. പ്രഥമ ദൃഷ്ട്യാ തന്നെ ഈ FIR രജിസ്റ്റർ ചെയ്യാനുള്ള CJM കോടതിയുടെ നിർദ്ദേശത്തിൽ അസ്വാഭാവികതയുണ്ട്. അതിൽ നടപടിക്രമങ്ങൾ പാലിച്ചിട്ടില്ല എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഹൈക്കോടതി. ഇൻഫർമേഷൻ IT ആക്ട് വകുപ്പ് 67A ചുമത്തിയിരിക്കുന്നു. മറ്റൊന്ന് അനാശാസ്യ നിരോധന നിയമം, അതിൽ 5(3) ആ വകുപ്പുകൾ BNS പ്രകാരം ഇടുമ്പോൾ സ്വാഭാവികമായും അവിടെ എന്താണ് പരാതിക്കാരനായ മാർട്ടിൻ പറഞ്ഞത്? താൻ പോലീസിനെ സമീപിച്ചതിൽ കേസെടുക്കാനുള്ള ഗ്രൗണ്ട് ഇല്ല എന്ന് അറിയിക്കുന്നു. പിന്നീട് തുടർന്ന് കോടതിയെ സമീപിക്കുന്നു. പക്ഷേ കോടതിക്ക് സ്വാഭാവികമായും യുക്തിപരമായി ചിന്തിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അവിടെ ഈ പ്രതിഭാഗത്ത് നിൽക്കുന്ന ആളെ കേട്ടില്ല. പിന്നീട് എന്തൊക്കെയാണ് സാഹചര്യങ്ങളെന്ന രീതിയിലേക്കൊന്നും ഒരു ഉൾക്കാഴ്ചയിലേക്ക് പോകാത്ത കോടതിയുടെ ആദ്യ നടപടി, അത് തന്നെ കോടതിയിലേക്ക് എത്തുമ്പോൾ അടപടലം അത് സ്റ്റേ ചെയ്യപ്പെടുകയാണോ? പ്രതീക്ഷ, ഈ FIR വായിക്കുമ്പോൾ തന്നെ, ആ പരാതി വായിക്കുമ്പോൾ തന്നെ അതിലൊരു അസ്വാഭാവികതയുണ്ട്. ആ പരാതി വായിച്ചാൽ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ഇതിൽ എന്താണ് സംഭവിച്ചത്, ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവാത്തൊരു കേസാണ്. എന്തായാലും എറണാകുളം CJM കോടതി അതിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശം നൽകിയായിരുന്നു. അതായത് യാന്ത്രികമായിട്ടുള്ള ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നു എന്നതാണ് പരാതിക്കാരി ശ്വേതാമേനോൻ കോടതിയിൽ ഇന്ന് ഹർജിയിലൂടെ ഉന്നയിച്ചത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നിരിക്കുന്നത്. നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി എത്താം.